ഇടുക്കിയിൽ വീണ്ടും കപ്പത്തൊലി കഴിച്ച് 3 പശുക്കൾ ചത്തു. വായ്പ എടുത്ത് ഇടുക്കി രാജമുടി സ്വദേശി ജോസഫ് തോമസ് വാങ്ങിയ പശുക്കളാണ് ചത്തത്. ദിവസേന 90 ലിറ്റർ പാലളന്നിരുന്ന HF ജേഴ്സി ഇനത്തിൽപ്പെട്ട ജോസഫിന്റെ 3 പശുക്കളാണ് കഴിഞ്ഞ ദിവസം ചത്തുവീണത്. ഒരു പശു ഇപ്പോഴും അവശനിലയിലാണ്. വേനൽ കടുത്തതോടെ പുല്ലിന്റെ ലഭ്യത കുറഞ്ഞു. വൈക്കോലിന് ഉയർന്ന വിലയും. ഇതിനിടയിലും ഉപജീവനമാർഗമായ പശുക്കളെ പൊന്നുപോലെ ജോസഫും കുടുംബവും നോക്കിയിരുന്നു. ജോസഫിന്റെ ഇളയ മകൻ എബിൻ കഴിഞ്ഞ ദിവസം അബദ്ധത്തിലാണ് പശുക്കൾക്ക് കപ്പത്തൊലി നൽകിയത്. അപ്പനും അമ്മയൊക്കെ പുല്ലിയാത്താൻ വേണ്ടി പോയിരുന്നു. ചേട്ടനാണെങ്കിൽ നൈറ്റായിരുന്നു ഷിഫ്റ്റ്, അതുകൊണ്ട് ചേട്ടൻ തന്നെ ഉറങ്ങുമായിരുന്നു. വീട്ടിലാരും ഇല്ലായിരുന്നു. അതുകൊണ്ട് പശു ഭയങ്കര കറച്ചുകൊണ്ട് ഞാൻ ഇവിടെ പുല്ലൊന്നും കണ്ടില്ലാത്തതുകൊണ്ട് കപ്പയുടെ തൊലി ഉണ്ടായിരുന്നു, അതൊരു ഇച്ചിരി കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ പരിക്കകത്ത് പോയിട്ട് കുറച്ച് വന്ന് നോക്കുമ്പം പശുക്ക് ഭയങ്കരമായിട്ട് ശ്വാസമൊക്കെ എടുത്തുന്ന പോലെ. അപ്പോൾ അത് ചുമ്മാ കഴിക്കുന്നത് ആദ്യം വിചാരിച്ചു. അതിന് കുറച്ച് കഴിഞ്ഞത്തേക്കും ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചേട്ടനെയും വിളിച്ച് പപ്പനെയൊക്കെ വിളിച്ച് വന്നത്തേക്കും ഇതുപോലെയൊക്കെ. പശുക്കൾ ചത്തതോടെ മക്കളുടെ പഠനവും വായ്പാ തിരിച്ചടവും ഇനി എങ്ങനെ നടക്കുമെന്നാണ് ആശങ്ക. ഇന്നലെ രാവിലെ ഇങ്ങനെ പുല്ലിന് പോയിട്ട് വന്നത്തേക്കും കൊച്ചുങ്ങൾ ഇച്ചിരി ഒരു പിടുത്തം കൊടുത്തതേ ഉള്ളൂ. കപ്പയുടെ തൊലിയെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പെടഞ്ഞ് വീണ് കിടക്കും. ഞങ്ങൾ വന്നപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ലോൺ എടുത്തിരിക്കുന്നതാണ്, ബാങ്ക് ലോൺ എടുത്ത് മേടിച്ച പശുക്കളാണ്. ഇനിയിപ്പം മുന്നോട്ട് പോകണമെങ്കിൽ ഇനി പശുവില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കുകയില്ല. പുതിയ വീട് നിർമ്മാണത്തിനിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിനാൽ പശുക്കളുടെ ഇൻഷുറൻസ് പുതുക്കിയിരുന്നില്ല. സർക്കാർ ഇടപെട്ട് സഹായം നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 ഇടുക്കി.